വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ വജൈനൽ ഭാഗത്തുണ്ടാകുന്ന 3 പ്രത്യക്ഷമായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മളുടെ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്ന ഒരു ശരീരഭാഗമാണ് വജൈന എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഒരു പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി ലക്ഷണങ്ങളൊക്കെ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പീരിയഡ്സ് ആയിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ മാസത്തെ ശ്രമവും കൂടി വേസ്റ്റ് ആയി പോയി, അല്ലെങ്കിൽ ഒന്നും റിസൾട്ട് കിട്ടിയില്ല എന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ. ഒരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി ആയിട്ടില്ല, നിങ്ങൾക്ക് ഈ മാസത്തെ ആ ഒരു ശ്രമവും കൂടി വേസ്റ്റ് ആയി പോയി എന്ന് ആലോചിച്ച് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പീരിയഡ്സ് മിസ്സാകുന്നു എന്ന് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള വീഡിയോസ് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ സ്ട്രെസ്ഡ് ആകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടെൻഷൻ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കേൾക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യത്തെ ടോപ്പിക്കിൽ സംസാരിക്കുന്നത് ക്ലിറ്റോറസ് പെയിനിനെ പറ്റിയിട്ടാണ്. ക്ലിറ്റോറസ് എന്ന് പറയുന്ന ശരീരഭാഗം നമ്മുടെ വജൈനയുടെ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അതിനേക്കാളും നേർ മുകളിലായിട്ടാണ് ഈ ഒരു ഭാഗം കാണുന്നത്. സ്ത്രീകൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിറ്റോറസ് ഭാഗത്ത് ഒന്നൊരു പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ക്ലിറ്റോറസ് ഭാഗം ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും പല സ്ത്രീകൾക്കും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകാറുണ്ട്. പ്രഗ്നൻസി ആകുന്ന സമയത്ത് പല സ്ത്രീകൾക്കും ക്ലിറ്റോറിസ് പെയിൻ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ പെയിൻ അനുഭവപ്പെടാനായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന കൂടി വരുന്ന ബ്ലഡ് സർക്കുലേഷൻ. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ എല്ലാ ശരീരഭാഗങ്ങളിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ ആ ഒരു ഫീച്ചേഴ്സിനെ ഒന്ന് ഹെൽത്തി ആയിട്ട് വെക്കുന്നതിനും, അതുപോലെ തന്നെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള മറ്റുള്ള അവയവങ്ങളെയുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. കൂടുതൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബ്ലഡ് സർക്കുലേഷനെ അപേക്ഷിച്ച് കുറേയും കൂടി വേഗത്തിൽ നമ്മളുടെ ഹൃദയം ശരീരത്തിലെ ഓരോ അവയവങ്ങളിലോട്ടും ബ്ലഡ് പമ്പ് ചെയ്യുന്നു. നേരത്തെ എല്ലാം ഒരു പ്രത്യേക രീതിക്ക്, അതായത് ഒരു പ്രത്യേക സൈസിൽ ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാ വെയിൻസും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഒന്ന് എൻലാർജ് ആവാനായിട്ട് തുടങ്ങുന്നു. കാരണം ആ ഒരു കൂടി വരുന്ന ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെയിൻസ് ഒക്കെ ഒന്ന് എൻലാർജ് ആവേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ ഒരു എൻലാർജ്മെന്റ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് പല ശരീര അവയവങ്ങളിലും വേദന അനുഭവപ്പെടാറുണ്ട്. സെയിം ഇതേ മെക്കാനിസം തന്നെ ക്ലിറ്റോറിസ് ഏരിയയിലും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഒരു പ്രഷർ പോകുന്നത് പോലെയുള്ള ഒരു വേദന നമുക്ക് ക്ലിറ്റോറിസ് ഭാഗത്തും പലപ്പോഴും പ്രഗ്നൻസി ആകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഹോർമോൺ വ്യതിയാനം. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ മറ്റു പല ഹോർമോൺസും അവിടെ ഉയരാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഈസ്ട്രജൻ ഹോർമോണിന്റെയും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും അളവ് ഒരേപോലെ തന്നെ ഇൻക്രീസ് ആകാനായിട്ട് തുടങ്ങും. ഇത്തരത്തിലുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള, നമുക്ക് കോമൺ അല്ലാത്ത ഒരു മാറ്റമാണ്. ഇത്തരം മാറ്റമായിട്ട് നമ്മളുടെ ശരീരം പൊരുത്തപ്പെട്ടു വരുന്നതിന്റെ ഭാഗമായിട്ട് പല ശരീര അവയവങ്ങളിലും നമുക്ക് വേദനയും പ്രഷറും ഒക്കെ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ രണ്ടാമതായിട്ട് ക്ലിറ്റോറിസ് പെയിൻ ഉണ്ടാകാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആണ്. മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടും, അതുപോലെ തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ എൻഡിലും കുഞ്ഞ് വളരാനായിട്ട് തുടങ്ങും. ആദ്യത്തെ ഒരു പ്രഗ്നൻസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യൂട്രസ് ഒന്ന് നമ്മുടെ നേരത്തെ എത്രയാണോ സൈസ് ഉണ്ടായിരുന്നത് ആ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുന്നത്. ആദ്യത്തെ പ്രഗ്നൻസിയിൽ നമ്മുടെ ഒരു കുഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ വളർന്നു തുടങ്ങുമ്പോഴേക്കും ആ ഒരു ഫീച്ചേഴ്സ് വളരുന്നതനുസരിച്ച് നമ്മുടെ താഴേക്ക് പ്രഷർ വരാനായിട്ട് തുടങ്ങും, ഡൗൺവേർഡ് ആയിട്ട് പ്രഷർ വരാനായിട്ട് തുടങ്ങും. ഇങ്ങനെ പ്രഷർ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട്, ആ കുഞ്ഞ് കൊടുക്കുന്ന ഒരു പ്രഷറിന്റെ ഭാഗമായിട്ട് അവിടെ ആ ചുറ്റുമുള്ള മസിൽസ് ഒക്കെ ഒന്ന് വീക്ക് ആവാനായിട്ട് തുടങ്ങും, അതൊക്കെ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങും. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്ലിറ്റോറിസ് പെയിൻ ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ തന്നെ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വജൈനൽ ഇച്ചിങ് ആണ്. നമുക്ക് പല സ്ത്രീകൾക്കും പല സമയങ്ങളിലും വജൈനൽ ഇച്ചിങ് അനുഭവപ്പെടാറുണ്ട്. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള സമയം. കാരണം നമ്മൾ പാഡ്സ്, അതുപോലെ മെൻസ്ട്രൽ കപ്സ്, അതുപോലെ ക്ലോത്ത് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടാകും. അതെല്ലാം ഉപയോഗിച്ചിട്ട് ആ പീരിയഡ്സ് കഴിയുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു മുറുക്കി വെച്ചതിന്റെയും പാഡ്സ് വെച്ചതിന്റെയും ഒക്കെ ഇറിറ്റേഷൻ കൊണ്ടിട്ട് പല സ്ത്രീകളിലും ഇച്ചിങ് ഉണ്ടാകും. ചിലർക്കെന്ന് പറയുന്നത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇച്ചിങ് ഉണ്ടാകും, ഓവുലേഷൻ സമയങ്ങളിൽ ഇച്ചിങ് ഉണ്ടാകും. അപ്പോൾ പ്രധാനമായിട്ടും ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇച്ചിങ് ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണമായിട്ട് പ്രഗ്നൻസി ലക്ഷണം അവിടെ വരാറുണ്ട്. ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ സെർവിക്സിൽ നിന്ന് വരുന്ന ഒരു ടൈപ്പ് ഡിസ്ചാർജ് ആണ്. ഈ ഡിസ്ചാർജിന്റെ അളവ് പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് അതാകാത്തൊരു സ്ത്രീയെ അപേക്ഷിച്ച് കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും.
എല്ലാവരിലും പ്രഗ്നൻസി വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ അതുള്ള സ്ത്രീകളിൽ അതിന്റെ അളവ് എന്ന് പറയുന്നത് നോർമലി ഉള്ളതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഇങ്ങനെ ഡിസ്ചാർജ് വരുന്നത് പല സ്ത്രീകളിലും ഇച്ചിങ് അഥവാ ചൊറിച്ചിൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. മറ്റൊരു ലക്ഷണമാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഷിഫ്റ്റ്. പെട്ടെന്നൊരു ഹോർമോൺ ചേഞ്ചസ് നമുക്ക് അവിടെ സംഭവിക്കുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ടും പലർക്കും ഇച്ചിങ് ചൊറിച്ചിലും അനുഭവപ്പെടാറുണ്ട്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതോടൊപ്പം നമ്മുടെ സെർവിക്സിലോട്ടും നമ്മുടെ വജൈനയിലോട്ടും പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടും പലർക്കും വജൈനൽ ഇച്ചിങ് അനുഭവപ്പെടാറുണ്ട്. നാലാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. പ്രഗ്നന്റ് ആകുന്ന പല സ്ത്രീകൾക്കും ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഏതൊരു സ്ത്രീക്കും അവരുടെ ഏതെങ്കിലും ഒരു ആർത്തവ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് ആയിരിക്കും ഉണ്ടാകുന്നത്. കുറച്ച് ചൊറിച്ചിൽ നമുക്ക് അനുഭവപ്പെടും. നമ്മളൊന്ന് ഹൈജീൻ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് മാറിപ്പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടും സ്ത്രീകൾക്ക് വജൈനൽ ഇച്ചിങ് അനുഭവപ്പെടാം. അതായത് നമുക്ക് വജൈനയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം. ആ സ്കിന്നിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ഉള്ളിലോട്ടുള്ള ഭാഗങ്ങളിലായിരിക്കും നമുക്ക് ഇച്ചിങ് അനുഭവപ്പെടുന്നത്. ഇങ്ങനെ കൂടുതൽ ഇച്ചിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെ മാതിക്കൊണ്ടിരിക്കാതെ നമ്മൾ കുറച്ച് നേരിയൊരു തിളച്ച വെള്ളമൊക്കെ നേരിയ തണുപ്പുള്ള ചൂടുള്ള ഒരു വെള്ളമൊക്കെ നമുക്ക് ആ ഭാഗത്തൊക്കെ ഇട്ട് ഒന്ന് കഴുകുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അണ്ടർവെയർ ഇടയ്ക്കിടയ്ക്ക് അതായത് ഒരു രാവിലെയും വൈകുന്നേരം എന്നുള്ള കണക്കിൽ നമ്മൾ മാറ്റുന്നത് നല്ലതായിരിക്കും. ഒരുപാട് ടൈറ്റുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് വജൈനയിൽ നിന്ന് അതായത് നമ്മുടെ യോനിയിൽ നിന്ന് ഡിസ്ചാർജ് ഉണ്ടാകും. ലുക്കോറിയ എന്നുള്ള ഒരു പേര് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് നമുക്ക് പ്രഗ്നന്റ് ആകുന്ന സമയത്തുണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജിനെ പറ്റിയിട്ടാണ്. ഇവിടെ ലുക്കോറിയ നമുക്ക് അനുഭവപ്പെടുമ്പോഴേക്കും അതിന്റെ ടെക്സ്ചറിൽ വ്യത്യാസം ഉണ്ടാകും. സാധാരണയായിട്ട് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൽ നമ്മുടെ പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പീരീഡ്സ് നിന്നതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊരു വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും. അതിനുശേഷം ഗ്രാജുവലി നമുക്ക് വജൈനൽ ഡിസ്ചാർജിന്റെ അളവ് കൂടി വരികയും ഓവുലേഷൻ ഉണ്ടാവുന്നു. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് വജൈനൽ ഡിസ്ചാർജ് വേറൊരു ഫോമിൽ ഉണ്ടാകും. അതിനുശേഷം പീരീഡ്സ് ആകുന്നതിന് മുൻപ് നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ചിലർക്കൊക്കെ അനുഭവപ്പെടും. അങ്ങനെ ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ ഒരു ലെങ്ത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് വജൈനൽ ഡിസ്ചാർജ് അനുഭവപ്പെടുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ പ്രഗ്നൻസി ആകുമ്പോൾ ഒരു സ്ത്രീക്കുണ്ടാകും വജൈനൽ ഡിസ്ചാർജ് കാണപ്പെടുന്നത് എപ്പോഴാണോ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് അതിനുശേഷമായിരിക്കും. ഇംപ്ലാന്റേഷൻ നമുക്കുണ്ടാവുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ്. 6 മുതൽ 12 ദിവസത്തിനകത്താണ് ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത്. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്ന് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് അറ്റാച്ച് ആവുന്നതാണ്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു ശരീരം മറ്റുള്ള കുറേയും കൂടി ഒന്ന് ആക്റ്റീവ് ആകാനായിട്ട് തുടങ്ങും. കാരണം ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ ഒന്ന് നറീഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ശരീരത്തിലെ പല ഭാഗങ്ങളിലും കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ മുന്നോടിയായിട്ടാണ് നമുക്ക് വജൈനൽ ഡിസ്ചാർജ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇത് എപ്പോൾ മുതൽ കാണപ്പെടും എന്നതിനെ പറ്റിയിട്ട്. നമുക്ക് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകാം. ചിലർക്ക് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് ഡേ മുതൽ തന്നെ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകാം. ചിലർക്ക് പീരിയഡ്സ് ഡേറ്റ് മിസ്സായതിനു ശേഷമായിരിക്കും വജൈനൽ ഡിസ്ചാർജ് അനുഭവപ്പെടുന്നത് കേട്ടോ. രണ്ടാമതായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ടെക്സ്ചർ എന്താണെന്ന് ഉള്ളതിനെ പറ്റിയിട്ട്. ഇതിന്റെ ടെക്സ്ചർ അല്ലെങ്കിൽ ഇതിന്റെ ഘടന എന്ന് പറയുന്നത് ഇത് തിന്നായിരിക്കും. സാധാരണ നമുക്ക് പീരിയഡ്സ് ആവുന്നതിന് മുൻപ് ഒരു വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും. ഭയങ്കര തിക്കായിരിക്കും, ഭയങ്കര കട്ടിയിലിരിക്കുന്ന നമ്മളൊരു കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒട്ടും വലിയാത്ത തരത്തിലുള്ള ഒരു വിരലിൽ തന്നെ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് നോർമലി ഉണ്ടാവുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, തിന്നായിട്ടുള്ള മിൽക്കി വൈറ്റ് ആയിട്ടുള്ള അതായത് പാൽപ്പാടയുടെ പോലെ കുറച്ചൊന്ന് തിന്നായിട്ടുള്ള ഡിസ്ചാർജ്, കുറച്ച് നമുക്കൊന്ന് വലിച്ചു നീട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. ഏകദേശം ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവില്ലേ, അതുപോലെ ഒരു തിന്നായിരിക്കും. കാരണം ആ ഡിസ്ചാർജിന് ഒട്ടും തന്നെ കട്ടിയില്ല. കാരണം ആ ഡിസ്ചാർജ് കട്ടിയിൽ വന്നു കഴിഞ്ഞാൽ സെമനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഓവുലേഷൻ ഉണ്ടാവുന്ന ഡിസ്ചാർജിനെ പോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന വജൈനൽ ഡിസ്ചാർജും തിന്നായിരിക്കും. അതിൽ മിൽക്കി വൈറ്റ് അല്ലെങ്കിൽ പാൽപ്പാടയുടെ പോലുള്ള കളറായിരിക്കും ഇതിന് ഉണ്ടാവുന്നത്. അത് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന, അതായത് നമുക്ക് രണ്ട് വിരലുകൾക്കിടയിൽ വെച്ചിട്ടൊന്ന് വലിച്ചു നീട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒന്ന് വലിച്ചു നീങ്ങുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു, അതിന്റെ ടെക്സ്ചർ.
മൂന്നാമത് എല്ലാവരും ചോദിക്കുന്നതാണ് അതിന്റെ ക്വാണ്ടിറ്റി. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ ഒരു ടൈമിൽ നമുക്ക് വജൈന ഡിസ്ചാർജ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും അത് കൂടുതലായിരിക്കില്ല. അതായത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്ന തരത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് പോകുന്നുണ്ട് എന്ന തരത്തിൽ ഫീൽ ചെയ്യുന്നത് പോലെയുള്ളതായിരിക്കില്ല നോർമൽ ആയിട്ട് ഒരു സ്ത്രീക്ക് മെൻസ്ട്രൽ സൈക്കിളിൽ ഉണ്ടാവുന്ന വജൈന ഡിസ്ചാർജ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോഴുണ്ടാകുന്ന വജൈന ഡിസ്ചാർജ് നമുക്ക് ആ ഒരു നനവ് അല്ലെങ്കിൽ ഒരു വെറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ ആ പാൻറ്റീസിൽ ഇതായിട്ടുണ്ട് എന്നുള്ളൊരു സിഗ്നൽ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് നമുക്ക് ആ സമയത്ത് ഉണ്ടാകാം. നേരെ മറിച്ച് നമുക്ക് പീരീഡ്സിന്റെ സമയത്തൊക്കെ ഉണ്ടാവുന്ന വജൈന ഡിസ്ചാർജ് ആണെങ്കിൽ നമ്മൾ യൂറിനേറ്റ് ചെയ്തിട്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വജൈന ഒന്ന് വൈപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ ഒരു വജൈന ഡിസ്ചാർജ് ഫീൽ ചെയ്യാനായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ഡിസ്ചാർജ് അങ്ങനെയല്ല, നമുക്ക് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അത് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ നോർമലി നമുക്ക് ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ള വജൈന ഡിസ്ചാർജിനെ അപേക്ഷിച്ച് അതിന്റെ ക്വാണ്ടിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അതിന്റെ എന്താ പറയാ പോകുന്നതിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. ആ ഒരു ലക്ഷണം വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഇത് പ്രഗ്നൻസി ഡിസ്ചാർജ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. നോർമലി പോകുന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നന്റ് ആകുമ്പോൾ ഉണ്ടാവുന്നതാണ്. അടുത്തെല്ലാരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇതിന്റെ സ്മെല്ല്. ഇതിന് സ്മെല്ല് ഉണ്ടാവില്ല. നമ്മൾ ഭയങ്കരമായിട്ട് മൂക്കിനെ അടുത്ത് കൊണ്ടുപോയിട്ട് ഭയങ്കര ഡീപ്പായിട്ട് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ലൈറ്റ് സ്മെല്ല് ഉണ്ടാകും. പക്ഷെ മറ്റതിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ ഫൗൾ സ്മെല്ലോട് കൂടിയിട്ടുള്ളതോ അങ്ങനെയുള്ള ഒരു വജൈന ഡിസ്ചാർജ് ആയിരിക്കില്ല പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്ന വജൈന ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് മാത്രമേ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന വജൈന ഡിസ്ചാർജിൽ ഉണ്ടാവുകയുള്ളൂ. ചിലർക്ക് ഇത്തരത്തിലുള്ള വജൈന ഡിസ്ചാർജ് പോകുമ്പോഴേക്കും ചെറിയ ചൊറിച്ചിൽ അനുഭവപ്പെടും. ചൊറിച്ചിലുണ്ടാവാനായിട്ടുള്ള കാരണം നമുക്കവിടെ വെറ്റ്നസ് ഫീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നനവ് ഫീൽ ചെയ്യുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. അതൊരിക്കലും അസഹനീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ പുകച്ചിൽ ഉണ്ടാക്കി തരുന്നതോ ഒക്കെ പോലുള്ള ഇറിറ്റേഷൻ ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കില്ല പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് നോർമലി ഫീൽ ചെയ്യുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.